ഹായ്, SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫോഴ്സ്, വർക്ക്, മാഗ്നറ്റിസം, ഗ്രാവിറ്റേഷൻ, പിന്നെ ലെൻസ്, ഓപ്റ്റിക്സ് ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ആ ടോപ്പിക്കിൽ നിന്ന് മാറി നിങ്ങൾക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ള വേറെ കുറേ മിസ്ലേനിയസ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. ആ കണ്ടൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കണ്ടൻസിൻ്റെ പ്രത്യേകത ഇതൊന്നും നമുക്ക് വളരെ ഡീപ്പായിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ വരുന്ന ചില ടേംസുകളും ചില ടെക്നിക്കൽ വേർഡ്സുകളും എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇതൊക്കെ പല പല ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. സോ അതിൽ ആദ്യമായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഈ ടേമാണ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മക്കളെ, എന്തുവാണ് ഇലാസ്റ്റിസിറ്റി? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഫോഴ്സിനെ റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് ആ ബോഡിയുടെ പഴയ ഫോമിലേക്ക് വരുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ദ എബിലിറ്റി ഓഫ് എ ഡീഫോംഡ് മെറ്റീരിയൽ ടു റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ദി ഫോഴ്സസ് കോസിങ് ദ ഡീഫോമേഷൻ ആർ റിമൂവ്ഡ്. റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡീഫോമിങ് ഫോഴ്സാണ്. ആ ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്തുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിലോ ആ ബോഡി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തു കണ്ടോ. ആ ബോഡിക്ക് തിരിച്ച് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് തിരിച്ച് വരാൻ പറ്റുന്ന ലെവലിലുള്ള ഫോഴ്സിനെ മാത്രമേ ആ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലും വലിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ആ ബോഡിയുടെ ഇലാസ്റ്റിക് കപ്പാസിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. സോ ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ദ മാക്സിമം വാല്യൂ ഓഫ് ദി ഡീഫോമിംഗ് ഫോഴ്സ് അപ് ടു വിച്ച് ദ മെറ്റീരിയൽ ഷോസ് ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. ആ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മാക്സിമം വാല്യൂ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും ഉണ്ട്. സോ ആ ലോയോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ടേം നിങ്ങൾ അറിയണം. എന്താണ് സ്ട്രെസ്സും എന്താണ് സ്ട്രെയിൻ? സോ മക്കളെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെറും സാധാ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ വിളിച്ചത് പ്രഷർ എന്നാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോലെ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ വിളിക്കുന്ന പ്രഷർ എന്നാണെങ്കിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ വിളിക്കുന്നത് സ്ട്രെസ് എന്നാണ് കേട്ടോ. സ്ട്രെസ് ഈസ് ദി റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയയാണ് നമ്മൾ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇനി അടുത്ത ടേം നോക്കാം, സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ബോഡിക്കകത്തോട്ട് ഞാൻ ഇങ്ങനെ റീസ്റ്റോറിങ് ഫോഴ്സ് കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ബോഡിക്ക് എന്ത് ചെയ്യും? ആ ബോഡിയുടെ ലെങ്തിന് എന്ത് സംഭവിക്കും? ഒരു ഇലോങ്ങേഷൻ സംഭവിക്കും. സോ ഈ ഇലോങ്ങേഷനെയാണ്, അല്ലെങ്കിൽ ആ ബോഡിക്ക് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞെക്കുമായിരിക്കും. സോ ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോഡി ചിലപ്പോൾ ഇങ്ങോട്ട് ഒന്ന് എന്ത് ചെയ്യും? ഈ രീതിയിലൊന്ന് ചളിങ്ങി, ഇതിനൊന്ന് മെലിഞ്ഞിട്ട് ഇതൊന്ന് എന്ത് ചെയ്യും? ചളിങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ആ ബോഡിക്ക് വരുന്ന ആ ഒരു ഷേപ്പ് ചേഞ്ചിനോ, അല്ലെങ്കിൽ സൈസിന് വരുന്ന ചേഞ്ചിനോ, അല്ലെങ്കിൽ ലെങ്തിന് വരുന്ന ചേഞ്ചിനോ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ആ ബോഡിയുടെ എന്തെന്ന് വിളിക്കാം? അതിൻ്റെ ലെങ്തിന് ചേഞ്ച് വരാം, അല്ലെങ്കിൽ അവിടുത്തെ ഏരിയയ്ക്ക് ചേഞ്ച് വരാം, അല്ലെങ്കിൽ ആ ബോഡിയുടെ വോളിയത്തിന് ചേഞ്ച് വരാം. സോ ഈ 3 തരത്തിലാണ് എന്തെന്ന് പറയുന്നത്? ഈ ബോഡിക്ക് ചേഞ്ച് വരുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ദെൻ അതാണ് സ്ട്രെയിൻ. അപ്പോൾ ഇനി സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോയാണ് എന്ത് ലോ എന്ന് പറയുന്നത് മക്കളെ? ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്സ് ലോ പറയുന്നത് അണ്ടർ ദി എലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വെച്ച് എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? സ്ട്രെയിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ എന്തുമാത്രം സ്ട്രെസ് കൊടുക്കുന്നോ അത്രയും എന്തുണ്ടാവും? സ്ട്രെയിനും ഉണ്ടാവും. അതാ നിങ്ങൾ നമുക്ക് ഇതൊരു സ്പ്രിങ് ആണെന്ന് വിചാരിക്കുക. ഈ സ്പ്രിങ്ങിനകത്ത് ഞാൻ ആദ്യം കുറച്ച് സ്ട്രെസ് കൊടുത്തു കണ്ടോ. കുറച്ച് സ്ട്രെസ് കൊടുത്തപ്പോൾ ഇതിനെന്ത് വന്നു? ഇവിടം വരെയുള്ള ഇലോങ്ങേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ട്രെസ്സിൻ്റെ വാല്യൂ ഞാൻ വീണ്ടും കൂട്ടിയപ്പോഴോ അതിൻ്റെ സ്ട്രെയിൻ്റെ വാല്യൂ വീണ്ടും കൂടി. സോ ആക്ച്വലി ഇങ്ങനെ ആയിരുന്നു ആ ബോഡി ഇരുന്നത്. ആ ബോഡിക്ക് ചെറിയൊരു സ്ട്രെസ് കൊടുത്തപ്പോൾ അതിന് ഇത്ര ഇലോങ്ങേഷൻ വന്നു. സ്ട്രെസ് കൂട്ടിയപ്പോൾ അതിന് വീണ്ടും എന്ത് ചെയ്തു? ഇലോങ്ങേഷൻ കൂടി. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൂക്സ് ലോ എന്ന് വിളിക്കുന്നത്. സോ ഹൂക്സ് ലോ ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോയാണ്, അല്ലെങ്കിൽ സ്ട്രെസ്സും
സ്ട്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ലോയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൂക്സ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. സോ ഇതിൻ്റെ പേരാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ പല പല ലോസ് പഠിച്ചു അല്ലേ? നിങ്ങളൊന്ന് ഓംസ് ലോ പഠിച്ചായിരുന്നു. ഓംസ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ V=IR എന്ന രീതിയിൽ ഓംസ് ലോ പഠിച്ചായിരുന്നു. പിന്നെ ജൂൾസ് ലോ പഠിച്ചായിരുന്നു അല്ലേ? ജൂൾസ് ലോ എന്തോടെ H=I²RT എന്ന് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ജൂൾസ് ലോ പഠിച്ചായിരുന്നു അല്ലേ? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചായിരുന്നു അല്ലേ? ദെൻ ഇപ്പം നമ്മൾ പഠിച്ചതാണ് എന്തെന്ന് പറയുന്നത്? ഓംസ് ലോ. കണ്ടോ? ഓംസ് ലോ. പിന്നീട് ഓംസ് ലോ അല്ല, ഇപ്പം നമ്മൾ പഠിച്ചത് ഹൂക്സ് ലോ ആണ്. ഹൂക്സ് ലോ ഇപ്പം നമ്മൾ പഠിച്ചു. ദെൻ പിന്നെ അടുത്ത മാഗ്നറ്റിക്സിനകത്ത് നമ്മൾ ലെൻസസ് ലോ എന്ന് പറയുന്ന ലോ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനകത്തുള്ള പേര് വരുന്ന ലോസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന ലോ ആണ്, അത് കഴിഞ്ഞല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ലോ ആണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്തോടെ? സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എന്തുവാ? സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ പഠിച്ചത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് സെൽഫ് ഇൻഡക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുക? ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യും എന്ന് പറയുന്നതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ഇത്രയും ലോ നിങ്ങൾ പേരുള്ള ലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് മറ്റൊരു ലോ ഉണ്ട്, പാസ്കൽസ് ലോ അല്ലേ? പാസ്കൽസ് ലോ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? പ്രഷർ ഓൺ എ ലിക്വിഡ് അല്ലേ? പ്രഷർ ഓൺ ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലോ ആണ് എന്തെന്ന് പറയുന്നത്? പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പേരുള്ള ലോസ് നമുക്കുണ്ട്. ഈ പേരുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് കൂടി പഠിച്ചു വെച്ചേക്കണം. ഓംസ് ലോ ഇലക്ട്രിസിറ്റിയുള്ള റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൂൾസ് ലോ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൂക്സ് ലോ ഈ ഇലാസ്റ്റിക് ലിമിറ്റും അല്ലെങ്കിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്രാക്ഷനകത്ത് സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലും ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെയാണ് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു പോകുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക കേട്ടോ. ഈ PPT മാത്രം അല്ലെങ്കിൽ ഈ PDF മാത്രം നിങ്ങൾ പഠിക്കാതെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഇത്രയും മതി നമുക്ക് ഈ ഒരു പേരും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നറിയാനും കൂടി വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യമാണത് കേട്ടോ. സോ ദെൻ മക്കളെ, ഇനി അടുത്തത് വരുന്നത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പം SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൽ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റാണ് പീരിയോഡിക് മോഷൻ. നമ്മളെ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി ഇങ്ങനെ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ. ആ ബോഡി വീണ്ടും എന്ത് ചെയ്യുന്നു? അതേ പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ ആ മോഷൻ തന്നെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുക. അത് എന്തിന് എക്സാമ്പിളാണ്? അതൊരു പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുക എന്നുള്ളത് ഒരു പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ? റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഈ പീരിയോഡിക് മോഷൻ അല്ല, മറ്റൊരു ടൈപ്പ് ഓഫ് മോഷനാണ് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. സോ മക്കളെ, എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓസിലേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ പെൻഡുലം. അതായത് ഏതെങ്കിലും ഒരു ബോഡി ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നു. സോ ഈ രീതിയിൽ എന്ത് ചെയ്യും? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കാണിക്കുന്ന ആ ഒരു ബോഡിയാണ് നമ്മൾ ആ ഒരു മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ. അതായത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം. പക്ഷേ ഓർത്തണം, പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ടു ആൻഡ് ഫ്രോ മോഷൻ ആവണമെന്നും ഇല്ല. ടു ആൻഡ് ഫ്രോ മോഷൻ അല്ല കേട്ടോ. സോ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ആരെന്ന് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ മീൻ പൊസിഷൻ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ ഒരു മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ വൈബ്രേറ്ററി മോഷൻ എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു സ്പ്രിങ് തൂക്കിയിടുമെന്ന് വിചാരിക്കും. അതായത് സ്പ്രിങ്ങിനകത്ത് ഞാൻ ഇവിടെ ഒരു M മാസമുള്ള ബോഡിയെ തൂക്കിയിടുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ താഴോട്ട് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് ചെയ്യും. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
ഈ പറഞ്ഞ കണക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഓസിലേറ്ററി മോഷൻ ചില സമയത്ത് എന്താവാം, പീരിയോഡിക് മോഷനും ആവാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സിമ്പിൾ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പം ചില ഓസിലേറ്ററി മോഷൻസ് എന്താവാം, പീരിയോഡിക് മോഷൻ ആവാം. ക്ലിയർ ആണ്. അപ്പം എല്ലാ പീരിയോഡിക് മോഷൻ പക്ഷെ തിരിച്ച് എന്തല്ല, ഓസിലേറ്ററി മോഷൻ അല്ല. അപ്പോൾ ഉദാഹരണം നമ്മളെ ഈ എർത്ത് സണ്ണിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു പീരിയോഡിക് മോഷനാണ്, പക്ഷേ അതൊരു എന്തല്ല, അതൊരു ഓസിലേറ്ററി മോഷൻ അല്ല. കാരണം ഓസിലേറ്ററി മോഷൻ ആകുമ്പോൾ അതെങ്ങനെ വരണം, അത് ടു ആൻഡ് ഫ്രോ ആയിട്ട് വരണം. പിന്നെ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് മീൻസ് ഇങ്ങനെ കറങ്ങി വരണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊരു ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ അത് എന്ത് വേണം, അത് ടു ആൻഡ് ഫ്രോ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി പറയാം, അതായത് എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്, പക്ഷെ അത് എന്ത് മോഷനല്ല, ഓസിലേറ്ററി മോഷനല്ല. കാരണം അത് ടു ആൻഡ് ഫ്രോ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതേസമയത്ത് നമ്മളെ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് അതൊരു പീരിയോഡിക് മോഷനാണ്. കാരണം അത് ഒരു മിനിറ്റിൽ എത്ര തവണ, 60 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അത് ഒരു പീരിയോഡിക് മോഷനാണ്. അതേപോലെ തന്നെ അത് എന്ത് മോഷനുമാണ്, അതൊരു ഓസിലേറ്ററി മോഷനുമാണ് കേട്ടോ. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓസിലേറ്ററി മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ മക്കളെ ഇതൊരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി കേട്ടോ. സോ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ SHM എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ, SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താവണം, അതൊരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം. ഇൻ വിച്ച് ദ ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി പൊസിഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മെയിൻ പൊസിഷൻ. ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ്, അതായത് മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, SHM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഈ ഒരു മീൻസ് ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഈ ബോഡിയുടെ ആക്സിലറേഷൻ എങ്ങോട്ടാണോ അവിടുന്ന് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളം കൂടുതലാകും എന്നുള്ളതാണ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, ആക്സിലറേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ആ ബോഡിയുടെ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഈ സ്പ്രിങ്ങിന്റെ കേസിൽ ഈ ബോഡി വൈബ്രേറ്റ് ചെയ്യും, അതായത് ഇതിന്റെ ആക്സിലറേഷൻ ഫോഴ്സ് താഴോട്ടാണ്, ആക്സിലറേഷൻ താഴോട്ടാണ്. സോ അപ്പോൾ താഴോട്ട് വരുന്നുണ്ട്, പിന്നീട് ആ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് റീസ്റ്റോർ ചെയ്യും, അപ്പോൾ അത് തിരിച്ച് മുകളിലോട്ടാവും. സോ ആ ആക്സിലറേഷന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്തുമാത്രം കൂടുന്നു അത്രത്തോളം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും എന്ത് ചെയ്യും, കൂടും. സോ അങ്ങനത്തുള്ള ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അത് എന്തായിരിക്കണം, സിമ്പിൾ ഹാർമോണിക് മോഷൻ മസ്റ്റ് ബി ആൻ ഓസിലേറ്ററി മോഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എർത്ത് സണ്ണിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു, അല്ലെങ്കിൽ മൂൺ എർത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. സോ ഇങ്ങനെയൊക്കെ കറങ്ങുവാണെങ്കിലും അതിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമ്മൾ ഒരിക്കലും വിളിക്കില്ല. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ അതെന്തായിരിക്കണം, അതൊരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം. അപ്പോൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ SHM ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് മോഷൻ ഓഫ് എ സ്പ്രിങ്. മോഷൻ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ SHM ആണ്. അത് കണക്ക് തന്നെ ഈ പറയുന്ന കണക്ക് നമ്മളെ പെൻഡുലം എന്ന് പറയുന്നത് അതും SHM ആണ്. പക്ഷേ എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തല്ല, അതൊരു അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. കാരണം എന്താ, കാരണം എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, അതൊരു ഓസിലേറ്ററി മോഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലാത്തതുകൊണ്ട് അത് എന്തുമല്ല, അതൊരു SHM അല്ല എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ അറിയേണ്ട, ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു മാസ് അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു സംഭവത്തിനെ നമ്മൾ ബോബ് എന്നാണ് വിളിക്കുന്നത്. ബോബ് അല്ലെങ്കിൽ ഒരു മാസിനെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വയർലെസ് ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെയാണ്, മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ ഇങ്ങനെ ആക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ അവനെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനകത്ത് കെട്ടിയിട്ടേക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആണ്. ടൈം പീരീഡ് T = 2π × √L/g. ഈ ഇക്വേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത് ടൈം പീരീഡ് =
2π√L/g. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പല രീതിയിലും മാറ്റി മാറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1/2π√g/L ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് വരാം. അപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π√L/g ആയിരിക്കും. 2π√L/g ആയിരിക്കും ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഈ അറ്റോമിക് ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ അത് ആദ്യം തന്നെ ഈ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഇതിലെ കുറേ കാര്യങ്ങൾ കെമിസ്ട്രി ഉണ്ട്, ഇതും കുറേ കാര്യങ്ങൾ എന്തുണ്ട് ഫിസിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. സോ ഓർത്തോണം, അറ്റോമിക് സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഒരു ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ആറ്റത്തിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ളത്. സോ ആറ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ബി ടേക്ക് പ്ലേസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ആറ്റം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം ഈ പറഞ്ഞ ആദ്യം നമ്മൾ ഈ മോളിക്യൂൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ ആ മോളിക്യൂളിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റംസ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ വിചാരിച്ച ആറ്റത്തിനെ വേറൊന്നുമില്ല, ആറ്റമാണ് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിന് ശേഷം ഈ ആറ്റത്തിനകത്തും എന്തുണ്ട്, ഈ പറഞ്ഞ കണക്ക് പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വീണ്ടും കണ്ടുപിടിച്ചു. ക്ലിയറാണ്. ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചതൊക്കെ വീണ്ടും ആ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. സോ വീണ്ടും ഇതിനകത്തോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതിനൊക്കെ ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഒരുപാട് ഡീപ്പിലൊക്കെ ഉണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇതെന്തുണ്ട്? ഇത് ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ഒരു ആറ്റത്തിനായിട്ടുള്ള മെയിനായിട്ടുള്ള 3 കണ്ടന്റ് എന്താണ്? പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും ആണ്. ഇനി ഒരു ആറ്റം അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുവാണെങ്കിൽ അതിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണോ ഇലക്ട്രോൺസിൻ്റെ എണ്ണോ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. സോ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് എൻ അറ്റോമിക് നമ്പർ. നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറിന് നമ്മൾ ഒരു ആറ്റത്തിന്, ഏതൊരു ആറ്റത്തിനും ഒരു അഡ്രസ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, എക്സ് എന്നൊരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കും. ആ ആറ്റത്തിൻ്റെ മെയിൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഇടുന്ന ഇസഡ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന അതിൻ്റെ എന്താണ്? അവൻ്റെ അറ്റോമിക് നമ്പറാണ് കേട്ടോ. അതിൻ്റെ അറ്റോമിക് നമ്പറാണ് ഇസഡ് എന്ന് പറയുന്നത്. അതിന് വേറെ ഒന്നുണ്ട്, അവന് നമ്മൾ എ എന്നുള്ള രീതിയിലാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേര് ആ ബോഡിയുടെ എന്താണ്? മാസ് നമ്പർ ആണ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഒരു ബോഡിക്ക് 2 സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ അറ്റോമിക് നമ്പറും, 2 അതിൻ്റെ മാസ് നമ്പറും. സോ മക്കളെ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എത്ര പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പ്രോട്ടോൺസ് എന്ന് പറയുന്നതിൻ്റെ കാരണം ചില സമയത്ത് ഇലക്ട്രോൺസ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പല ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ചിലപ്പം ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തൊരു കോവാലന്റ് ബോണ്ടൊക്കെ ഫോം ചെയ്യാം. സോ അതുകൊണ്ടാണ് നമ്മൾ ജനറലി നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ വെച്ച് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നൊരു സംഭവത്തിനകത്ത്, ആക്ച്വലി ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മളൊരു ആറ്റത്തിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും സെൻട്രൽ സ്ട്രക്ചറായ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസും അതിന് ചുറ്റും വരുന്ന ബാക്കി കെമിക്കൽ റിയാക്ഷനെ പറ്റിയൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മക്കളെ ഓർത്തോളം, ഇതിനകത്തുള്ള ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ കാണപ്പെടുന്ന സംഭവമാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ എന്ന് സാധാരണഗതിയിൽ പറയാനുള്ള കാരണം. അപ്പം ഓർത്തോണം, ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്ത് കാണുന്നതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയോൺസ് എന്നാണ് കേട്ടോ പറയുന്നത്. ന്യൂക്ലിയോൺസ് എന്നാണ് ഇവരെ രണ്ടുപേരെയും കൂടി, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും, അവർ രണ്ടുപേരും ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേർത്ത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു
ആറ്റത്തിനകത്ത് ഉള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എക്സ് എന്ന് പറയുന്ന ആറ്റം ഉണ്ടെങ്കിൽ അവിടുത്തെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ആൻഡ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? മാസ് നമ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. സോ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നോണം. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ മാസ് നമ്പർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരെണ്ണത്തിൻ്റെ അറ്റോമിക് നമ്പർ 28 മാസ് നമ്പർ 14 ആണെന്ന് വിചാരിക്കുക. അറ്റോമിക് നമ്പർ 14 മാസ് നമ്പർ 28 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. കാരണം ഇവിടെ നോക്കലേ, എന്താ അറ്റോമിക് നമ്പർ മാസ് നമ്പർ കൊടുത്താൽ അത് പിയും വെട്ടിപ്പോവും. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? ന്യൂട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക കേട്ടോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ആൻഡ് ദെൻ അടുത്തതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു ഫിനോമിനിലേക്ക് കിടക്കുന്നത്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് എന്താ പറയുക, റേഡിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ചില വലിയ ആറ്റംസ്, ചെറിയ ആറ്റംസ്, ചില ഇപ്പോൾ യുറേനിയം എന്നുള്ള പോലുള്ള ഒരു ആറ്റം എടുക്കുകയെന്ന് വയ്ക്കുക. യുറേനിയം 238 എന്നുള്ളൊരു ആറ്റം, യുറേനിയം 238. അപ്പോൾ ഇത് കണക്കത്തുള്ള ഈ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയൊക്കെ എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു ഡെസ്പാരിറ്റി വരുമ്പോൾ, അങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഈ ആറ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ വരും. അപ്പോൾ ഏതൊരാറ്റം, നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഏതൊരു ആറ്റം ആണെങ്കിലും, ഏതൊരു മോളിക്യൂൾ ആണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവമാണെങ്കിലും അവർ എപ്പോഴും സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു ആറ്റത്തിൻ്റെയും ഏറ്റവും അറ്റ്മോസ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണെങ്കിൽ ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് വരുന്ന സമയത്ത് ആ ആറ്റത്തിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആറ്റം തന്നെ അതിനകത്തൊരു സെൽഫ് റീഅറേഞ്ച്മെൻറ്റ് നടത്തും. ആ റീഅറേഞ്ച്മെൻറ്റിന് നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എനർജി റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? ആ സ്പോണ്ടേനിയസ്ലി എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഫോമിൽ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ആൻഡ് ഈ ഒരു റിലീസ് ഓഫ് എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഒരു സെൽഫ് റീഅറേഞ്ച്മെൻറ്റ് നടത്തുക. അതായത് എല്ലാ ആറ്റംസും അല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസും എനർജി റിലീസ് ചെയ്ത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ റിലീസ് ഓഫ് എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറഞ്ഞ റേഡിയോ ആക്ടിവിറ്റി. ഈ റേഡിയോ ആക്ടിവിറ്റി എല്ലാം ഒന്നും കാണിക്കില്ല. സോ ഇങ്ങനെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഇവർ ആൽഫ, ബീറ്റ, ഗാമ പോലുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യും. സോ ഇവർ ആൽഫ, ബീറ്റ, ഗാമ പോലുള്ള റേഡിയേഷൻസ് അവർ പുറത്തേക്ക് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്ത് കളയും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ഈ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യമായി കണ്ടുപിടിച്ച ഹെൻറി ബെക്കുറൽ എന്നുള്ള സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഹെൻറി ബെക്കുറൽ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ എമിഷൻസിനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന പേര് ബെക്കുറൽ റേസ് എന്നായിരുന്നു കേട്ടോ. ബെക്കുറൽ റേസ് എന്നായിരുന്നു ഇതിനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന പേര്. ഈ റേഡിയേഷനെ നമ്മൾ ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന പേര് ബെക്കുറൽ റേസ് എന്നാണ്. ഇനി SI യൂണിറ്റ്, ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ബെക്കുറൽ അല്ല, സോറി, SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബെക്കുറലാണ് കേട്ടോ. ബെക്കുറൽ ഈസ് ദി SI യൂണിറ്റ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന ആരാണ്? ബെക്കുറലാണ്. സോറി, ഹെൻറി ബെക്കുറൽ അല്ല, SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബെക്കുറലാണ്. ആൻഡ് ബെക്കുറൽ എന്ന് പറയാൻ കാര്യം, ആദ്യമായി ഇത് ഡിസ്കവർ ചെയ്ത ആരാണ്? ഹെൻറി ബെക്കുറൽ ആയതുകൊണ്ടാണ് ഇവരുടെ SI യൂണിറ്റ് എന്തായത് മക്കളെ? ബെക്കുറൽ ആയത് കേട്ടോ. സോ ഇനി റേഡിയോ ആക്ടിവിറ്റി ഈസ് മെഷർഡ് ബൈ GM കൗണ്ടർ. അപ്പോൾ ഓർത്തോണം, ഗ്രിഗർ മുള്ളർ കൗണ്ടർ വെച്ചിട്ടാണ് റേഡിയോ ആക്ടിവിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ GM കൗണ്ടർ കേട്ടോ. റേഡിയോ ആക്ടിവിറ്റി ഈസ് മെഷർഡ് ബൈ ഗ്രിഗർ മുള്ളർ കൗണ്ടർ അല്ലെങ്കിൽ GM കൗണ്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റേഡിയോ ആക്ടിവിറ്റിയെ മെഷർ ചെയ്യുന്നത്. സോ ഇത്രയാണ് റേഡിയോ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഇനി നേരത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഐസോടോപ്സ്, ഐസോബാർ, ഐസോടോൺസ് എന്നുള്ള 3 സംഭവം. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, എന്താണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, സെയിം ആറ്റം ആയിരിക്കും. ആ ആറ്റത്തിന് എന്തായിരിക്കും? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് എന്തായിരിക്കും? മാസ് നമ്പർ ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഓർക്കണം, ഐസോടോപ്സ് ആർ
ദ സെയിം അറ്റോമിക് നമ്പർ ആണ്, അവൻ എന്താണ് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. ഐസോടോപ്സ് ആർ elements which are having the same atomic number and different mass number. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഇത്. ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നുള്ള 3 ഐസോടോപ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓർത്തോളം ഇത് 3ഉം സെയിം എലമെൻറ്റ് തന്നെ ആയിരിക്കും, 3ഉം ഹൈഡ്രജൻ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാസ് നമ്പറിന് വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ഒരു ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മാസ് നമ്പറിന് വ്യത്യാസം വരുന്നത്. അതാണ് കാരണം ഇവിടെ നിങ്ങൾ നോക്കിയേ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 6 ആകുമ്പോൾ കാർബൺ ആണ്. ഇനി കാർബൺ 13നകത്ത് 6 ന്യൂട്രോണിന് പകരം മൊത്തം എത്ര ന്യൂട്രോൺ ഉണ്ട്? 7 ന്യൂട്രോൺ ഉണ്ട്. ഇനി അടുത്താണ് കാർബൺ 14, C14 എന്ന് പറയുന്നത്. C14 കാർബൺ 14 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോസിൽസിൻ്റെ ഒക്കെ ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് കേട്ടോ. കാർബൺ ഡേറ്റിംഗ്, ആ കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് C14 എന്നുള്ള ഐസോടോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. C14 അതാണ് ഐസോടോപ്പ് ഓഫ് കാർബൺ. സോ വാട്ട് ആർ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻറ്റിന് തന്നെ ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ് ഉള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോടോപ്സ് ആർ എലമെൻറ്റ്സ് ഓഫ് ദി സെയിം എലമെൻറ്റ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഒരേ എലമെൻറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ എന്താണ്, ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ഇനിയുള്ളതാണ് നമ്മുടെ ഐസോബാർസ് എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കേ, ഇതിന് നേരെ നമ്മൾ ഐസോടോപ്സ് പഠിച്ചതിൻ്റെ നേരെ റിവേഴ്സാണ് ഐസോബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് എന്തായിരിക്കും മക്കളെ, അറ്റോമിക് നമ്പർ ആയിരിക്കും. സെയിം മാസ് നമ്പർ ആയിരിക്കും, രണ്ടാമത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഐസോബാർസ് എന്ന് പറയുന്നത്. സോ ഐസോബാർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കാം, മാസ് നമ്പർ 40. ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, ഇത് 20, ഇത് 19, ഇത് 18. സോ മാസ് നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോബാർസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മക്കളെ ഇനി അടുത്തുള്ളതാണ് നമ്മുടെ ഐസോടോൺസ്. എന്താണ് ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും കേട്ടോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഐസോടോൺസ് എന്ന് പറയുന്നത്. സോ ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 14 - 6, ഇവിടെ എത്ര 8 ആയിരിക്കും കണ്ടോ. ഇവിടെ 16 - 8, സീലിൽ എത്ര വരും, 8 നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഇങ്ങനെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ, ഐസോടോൺസ് എന്ന് നമ്മൾ വിളിക്കുക കേട്ടോ. സോ അതാ ഇവിടെ നോക്കുക, കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസിൻ്റെ ഏജ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാർബൺ 14 എന്നുള്ള ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് റേഡിയോ ആക്ടിവിറ്റി ഈസ് മെഷേർഡ് ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, GM കൗണ്ടർ അല്ലെങ്കിൽ ഗ്രിഗർ മുള്ളർ കൗണ്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിലോട്ട് വരാം. ഇതെല്ലാം ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഭാഗം തന്നെയാണ്. സോ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് അറിയപ്പെടുന്ന ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആൻഡ് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആരാണ്, ഹോമി ജെ ഭാഭയാണ് കേട്ടോ. അതാണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ റിസർച്ച് സെൻറ്ററിന് ആ ഒരു പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൽ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവനകളുടെ പേരിലാണ് കേട്ടോ. സോ അടുത്ത ലോകത്തെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കേട്ടോ. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഇതിൽ വരുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് ന്യൂക്ലിയർ ഫിഷനും രണ്ടാമത് ന്യൂക്ലിയർ ഫ്യൂഷനും. സോ നമുക്ക് ആദ്യം ന്യൂക്ലിയർ ഫ്യൂഷൻ നോക്കാം. സോ മക്കളെ നോക്കി, ഇപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു വലിയ ആറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് എ റിയാക്ഷൻ ബൈ വിച്ച് 2 സ്മോളർ ആയിട്ടുള്ള 2 അതിൽ 3 ആയിട്ടുള്ള ന്യൂക്ലിയസ് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഈ ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, എനർജി പ്രൊഡ്യൂസ് ഇൻ സണ്ണിനകത്തുള്ള എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള ഫിനോമിനൻ വെച്ചിട്ടാണ് സണ്ണിനകത്തുള്ള എന്ത് നടക്കുന്ന എനർജി പ്രൊഡക്ഷൻ വരുന്നത്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജനും കൂടി ചേർന്ന് അതൊരു
ഹീലിയമായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ സണ്ണിൽ നടക്കുന്നത് കേട്ടോ. സോ അതാണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ. നമുക്ക് എന്ന് ന്യൂക്ലിയർ ഫ്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അന്ന് നമ്മൾ വലിയ രീതിയിൽ എനർജി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്പൈഡർമാൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു, അതിനകത്ത് ഒരു വില്ലനില്ലേ, കുറേ കൈയും കാലും ഒക്കെ ഉള്ള ഒരു വില്ലൻ. ആ വില്ലനകത്ത് അയാൾ കണ്ടുപിടിച്ചൊരു വലിയ കണ്ടുപിടുത്തം സൂര്യനെ അയാൾ ഉണ്ടാക്കിയെടുക്കും എന്ന് പറഞ്ഞില്ലേ, എനർജി ഓഫ് എ സൺ ഇൻ ദ പാം ഓഫ് മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ അയാൾ പറഞ്ഞില്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ടെക്നോളജി ആയിരുന്നു പുള്ളി അത് കണ്ടുപിടിച്ച്. സോ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബോംബാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ബോംബ്. ഹൈഡ്രജൻ ബോംബ് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. സോ ദെൻ അടുത്താണ് നമുക്ക് പഠിക്കാനുള്ള ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ന്യൂട്രോൺ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ന്യൂട്രോൺ വന്നിട്ട് ഒരു വലിയ മോളിക്യൂൾ അല്ലെങ്കിൽ വലിയ ഒരു ആറ്റത്തിനെ വന്ന് ഇടിച്ച് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ബോംബാർഡ്മെൻറ്റ് എന്നാണ് കേട്ടോ. ബോംബാർഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ഒരു പാരന്റ് ന്യൂക്ലിയെ എന്ത് ചെയ്യും, അതിനെ ആ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ന്യൂക്ലിയസ് ഇൻറ്റു സ്മോളർ ന്യൂക്ലിയസ്. ഹെവിയർ ന്യൂക്ലിയസിനെ സ്മോളർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് ചെറിയൊരു ന്യൂക്ലിയസിനെ നമ്മൾ ഈ പറയുന്ന ഒരു വലിയൊരു ന്യൂക്ലിയസിനെ ഒരു ചെറിയൊരു ന്യൂട്രോൺ കൊണ്ടുവന്ന് കൊളൈഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനകത്തുള്ള എല്ലാ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഐൻസ്റ്റീൻ്റെ തിയറിയാണ് കേട്ടോ. E=mc² വെച്ചിട്ടാണ് ഇവിടുത്തെ എനർജി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പം നമുക്കൊരു സിനിമ ഇറങ്ങിയില്ലായിരുന്നോ, നമുക്ക് ഓർമ്മയുണ്ട്, ഓപ്പൺഹൈമർ. ആ ഓപ്പൺഹൈമറിനകത്തൊക്കെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള റിയാക്ഷൻ വെച്ചിട്ട് എങ്ങനെ ഒരു ബോംബിനെ അവർ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ആ ബോംബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റി തിയറിയും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സോ അതേ സംഭവം തന്നെയാണിത് കേട്ടോ. ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ഹെവിയർ ന്യൂക്ലിയസ് ഇൻറ്റു സ്മോളർ ന്യൂക്ലിയസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. അത് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് സ്ട്രാൻസ്മാൻ ആൻഡ് ഓട്ടോഹാൻ ആണ്. ഇത് ഇത് ആദ്യമായിട്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മുടെ ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എന്ത് തന്നെയാണ്, ഈ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ ഒരു ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നും പറയുന്നത്. സോ ഇനി അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ. ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷനാണ് എന്തിനേക്ക് ഇത് ചെയ്യുന്നത്, അൺകൺട്രോൾഡ് ആയിട്ട് മീൻസ് ഈ ഒരു റിയാക്ഷനില്ലേ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ 1 2 ആവും, 2 4 ആവും, 4 8 ആവും. സോ ഒരെണ്ണം ഒരു ആറ്റം ആയിരിക്കത്തിലുള്ളത്, ഒരു ലോട്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ്, ഒരുപാട് ആറ്റംസ് കാണും. ഒരു ന്യൂട്രോൺ എന്ന ഒരു ആറ്റത്തിനെയാണ് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 8 16 ആവും, 16 32 ആവും, ഇങ്ങനെ വരുന്ന ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ ആണ് ഈ പറഞ്ഞ പോലെ ഒരു ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ആ ചെയിൻ റിയാക്ഷൻ വളരെ വലുതായി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് വലിയ എനർജി റിലീസ് ആവും, അതൊരു വലിയ എക്സ്പ്ലോഷനായിട്ട് മാറും. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പ്ലോസീവ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഹെവി എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ അത് ഫിഷൻ യൂസ് ചെയ്ത് യുറേനിയം 235 എന്നുള്ള ആ ഒരു മോളിക്യൂൾ ആ ഒരു ആറ്റം ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നീട് പ്ലൂട്ടോണിയം 239 എന്നുള്ള ആ ഒരു ഇതാണ് വന്നത് കേട്ടോ. അപ്പം കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പതുക്കെ ആ ന്യൂട്രോൺസിൻ്റെ സ്പീഡിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വളരെ സ്ലോ ആയിട്ട് ആ ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോഷനിലേക്ക് എത്താത്ത രീതിയിലുള്ള ആ ഒരു റിയാക്ഷനാണ് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. നമ്മൾ ഈ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ഈ പറഞ്ഞ യുറേനിയം എന്ന് പറയുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ. നമ്മളൊരു ഗെയിമൊക്കെ ഇല്ല ഇവിടെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെയിം സാധനം, അത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. 1 2 ആവും, 2 4 ആവും, സ്പ്ലിറ്റായി പൊട്ടി വലിയൊരു എക്സ്പ്ലോഷൻ ആവും. സോ ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ ആണ് ഈ പറയുന്ന കണക്ക് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ് കേട്ടോ, കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ്. സോ അതിൻ്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് യുറേനിയം 235
അല്ലെങ്കിൽ യുറേനിയം 239. ഈ രണ്ട് യുറേനിയത്തിൻ്റെ ഈ രണ്ട് ഐസോടോപ്സ് ആണ്, യുറേനിയത്തിൻ്റെ ഈ ഐസോടോപ്പും ഈ രണ്ട് ഐസോടോപ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മോഡറേറ്റർ എന്നുള്ള സംഭവം. ഇപ്പോൾ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ അത് ആ ന്യൂട്രോൺസിനെ, ഈ ഞാൻ പറഞ്ഞ ഒരു ന്യൂട്രോൺ വന്ന് ഇടിച്ചിട്ടാണ് ഈ പറയുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കുന്നത്, രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറ്റുന്നത്. ഈ ന്യൂട്രോണിൻ്റെ സ്പീഡ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. സോ അതിനാണ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനകത്ത് യൂസ് ചെയ്യുന്ന ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ആണ് കേട്ടോ. ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത കൺട്രോൾ റോഡ് എന്ന് പറഞ്ഞ ഭാഗം അതിനകത്തുണ്ട്. കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റോഡ്സ് ഓഫ് കാഡ്മിയം ആൻഡ് ബോറോൺ. അതായത് ഈ രണ്ടെണ്ണമാണ് കൺട്രോൾ റോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കാഡ്മിയവും ആൻഡ് ബോറോണും ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് കുറേ എക്സസ് ആയിട്ട് ന്യൂട്രോൺസ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വന്ന് ബാക്കി എല്ലാ ആറ്റത്തിനും ഇടിച്ചിടിച്ചിടിച്ച് വലിയ രീതിയിലുള്ള സ്പ്ലിറ്റിങ് നടക്കും. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്, ഈ കൺട്രോൾ റോഡ്സിനുള്ളത്. സോ ദെൻ അവസാനം ഇവിടെ ഉണ്ടാകുന്ന ഇതിനെ എന്ത് ചെയ്യും, കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നമ്മൾ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് ഹെവി വാട്ടറിനാണ് D2O അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം D2O, ഡ്യൂട്ടീരിയം എന്താ പറയുക, ഡ്യൂട്ടീരിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ D2O എന്ന് വിളിക്കുന്ന കേട്ടോ. ഇതിനെ ഡ്യൂട്ടീരിയം, നമ്മൾ H2O ഇല്ലേ, H2O തന്നെ, H2Oൻ്റെ ഈ പറഞ്ഞ ഹൈഡ്രജൻ്റെ മറ്റൊരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം വെച്ചിട്ടാണ് ഈ പറഞ്ഞ കണക്ക് അതിനെയാണ് നമ്മൾ ഹെവി വാട്ടർ എന്ന് വിളിക്കുന്നത്. കാരണം അതിന് ഒരു ന്യൂട്രോൺ കൂടുതലായതുകൊണ്ട് അതിനെ ഹെവി വാട്ടർ എന്ന് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നീട് ലിക്വിഡ് സോഡിയം, കാർബൺ ഡയോക്സൈഡും ഇതെല്ലാം എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കൂളൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ, ഓർത്തോണം സ്ട്രാറ്റജിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പേരാണ്, എന്താണ്, അപ്സരയാണ്. ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്, താരാപൂരിലാണ് കേട്ടോ. താരാപൂരാണ് നമ്മൾ ഇന്ത്യയിലെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ ഉള്ളത്. എവിടെ, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇതുള്ളത്, സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. സോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേരാണ് അപ്സര. ആ പവർ സ്റ്റേഷൻ്റെ പേര് താരാപൂർ എന്നാണ് കേട്ടോ. താരാപൂറാണ് ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ് കേട്ടോ. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആറ്റം ബോംബിനെ പറ്റിയാണ്. ആറ്റം ബോംബ്, ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്ന് പറയുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ് കേട്ടോ. ഓപ്പൺഹൈമർ നമ്മൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താ പറയുക, യുറേനിയം 235 ആൻഡ് പ്ലൂട്ടോണിയം 239 ആർ യൂസ്ഡ്. പിന്നെ ഫസ്റ്റ് ആറ്റം ബോംബ് എന്ന് ഇട്ടത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് നമ്മൾ ഈ ആറ്റം ബോംബ് എന്നുള്ള സംഭവം കാണുന്നത് തന്നെ. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്നുള്ള ഒരു ആറ്റം ബോംബാണ് ആദ്യം വിട്ടത്. പിന്നീട് ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്നുള്ള ഒരു ആറ്റം ബോംബ് എവിടേക്കാണ് ഇട്ട, ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ഈ ആറ്റം ബോംബ് വർഷിച്ചത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം കേട്ടോ. ദെൻ ഇനി നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഹീറ്റ് എന്നുള്ള ടോപ്പിക് കേട്ടോ. ഹീറ്റ് എന്നുള്ള ടോപ്പിക്. അപ്പോൾ മക്കളെ എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ബോഡി ടു എ കോൾഡർ ബോഡി. ഒരു ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുത്ത സ്ഥലത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയുടെ ഫോമാണ് ആരെന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഹോട്ട് ബോഡിയിൽ നിന്ന് എങ്ങോട്ടായിരിക്കും, ഇവിടെ കോൾഡ് ബോഡിയിലോട്ട്. സോ ഹോട്ട് ബോഡിയിൽ നിന്ന് എപ്പോഴും കോൾഡ് ബോഡിയിലോട്ടായിരിക്കും എപ്പോഴും എന്ത് ഫ്ലോ ചെയ്യുന്ന, ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന. ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജൂളാണ്. ഹീറ്റിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കലോറി എന്ന് വിളിക്കുന്നത്. ഓർത്തോളം 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂളാണ്. സോ 4.2 ജൂൾ ചേരുന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഒരു കലോറി എന്ന് നമ്മൾ പറയുന്നത്. സോ അത് മുന്നിൽ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ടെമ്പറേച്ചറിനെ തന്നെ ഈ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഹീറ്റിനെ എങ്ങനെ അളക്കും, നമ്മൾ എന്തുമാത്രം ഹീറ്റ് ഉണ്ട് എന്തുമാത്രം കോൾഡ് ഉണ്ട് എന്ന് അളക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റും ടെമ്പറേച്ചറും രണ്ടാണ് കേട്ടോ മക്കളെ. ഹീറ്റ് വേറെയാണ്, ടെമ്പറേച്ചർ വേറെയാണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്, വൈൽ ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡി എന്തുമാത്രം ഹോട്ടാണ് കോൾഡാണ് എന്നുള്ളതിൻ്റെ അളവാണ് ആരെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിനാണ് കേട്ടോ. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്താണ്, കെൽവിനാണ്. ഇനി ടെമ്പറേച്ചറിനെ അളക്കാൻ നമുക്ക് 3 സ്കെയിൽസാണ് മെയിനായിട്ടുള്ളത്. 1 സെൽഷ്യസ് സ്കെയില്, 2 ഫാരൻഹീറ്റ് സ്കെയില്, 3 കെൽവിൻ സ്കെയില്. ഇതാണ് എൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ
കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ. ഇപ്പോൾ ഈ കൺവേർഷൻ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം 100 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 100 കൊടുത്താൽ മതി. കണ്ടോ, 100/5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും, 100/5 എന്ന് പറയുമ്പോൾ ഇവിടെ 20 വരും. 20 × 180, 180 പ്ലസ് 180 പ്ലസ് 32 നിങ്ങൾ ചെയ്യുമ്പം 212 ഫാരൻഹീറ്റ് ആയിരിക്കും എന്താ 100 ഡിഗ്രി സെൽഷ്യസിന് ഈക്വലൻ്റ് ആയിട്ട് വരും. അതാണ് അങ്ങനെ 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ക്ലിയർ ആയി? സോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ മെത്തേഡൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാരൻഹീറ്റിൻ്റെയും സെൽഷ്യസിൻ്റെയും കെൽവിൻ്റെ ഒക്കെ വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലോട്ട് മാറ്റാൻ പറയും. ഇവിടെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലിനെ തിരിച്ച് എന്ത് ചെയ്യാം, കെൽവിനിലോട്ട് മാറ്റാം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റ് ആണ്? എന്ത് ചെയ്യാൻ മതി, സിക്ക് എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. 0/5 = F - 32/9. സോ 0/5 എത്രയാണ്? 0 ആണ്. കണ്ടേ, 0/5 0 ആണ്. സോ 9 സോറി നമ്മൾ നോക്കാം, 0/5 = F - 32/9. സോ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇനി അതാണ് തന്നെ നിങ്ങൾ ആലോചിക്കുക, കെൽവിൻ. ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഒരു കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ നമുക്ക് കെൽവിനിലോട്ട് മാറ്റാം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ പ്ലസ് എന്ത് ചെയ്താൽ മതി, 273 ആഡ് ചെയ്താൽ മതി. 273 നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0 ഡിഗ്രി സെൽഷ്യസിനെ നിങ്ങൾക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും, കെൽവിനിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ദെൻ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എല്ലാവരും. ക്ലിയറാണ്? ഇന്നത്തെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയല്ലേ 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണ് എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എവിടെ 0 കൊടുത്താൽ മതി കേട്ടോ. 0/5 = F - 32/9. സോ ഇവിടെ 0 ആണ്. 0 × 9 ഇവിടെയും 0 വരും. സോ F = എത്രയാണ്, 32 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും എന്നാണ്. സോ അവിടെ 100 കൊടുക്കാം, 1000 കൊടുക്കാം, എന്ത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മാത്രം മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്കെയിൽസിലോട്ട് നമ്മളിതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 0 ഡിഗ്രിയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് 0 ഡിഗ്രിയുടെ കണ്ടുപിടിക്കണം. 0 ഡിഗ്രി എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ, ഒരേ ടാസ്ക് ഒന്നും ഇല്ല. കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ വലിയ പാടൊന്നും ഇല്ലടേ. എന്ത് ചെയ്താൽ മതി, പ്ലസ് 273 ചെയ്താൽ മതി. ഉദാഹരണം 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണെന്ന് ചോദിച്ചാൽ 100 + 273 373 കെൽവിനാണ് എന്തെന്ന് പറയുന്നത്. മീൻസ് ഒരു ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ തിരിച്ച് കെൽവിനിലോട്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ടാക്കണമെങ്കിൽ 273 നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. വലിയ പാടൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. ഇനി അടുത്ത തെർമോമീറ്റർ. എന്താണ് മക്കളെ തെർമോമീറ്റർ? തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് എന്ന് പറഞ്ഞാൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചറാണ് നമുക്ക് അളക്കുന്നതെങ്കിൽ ആ ഒരു തെർമോമീറ്ററെ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ റേഞ്ച് എത്രയാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ ഏത് വരെയാണ് റേഞ്ച്? ക്ലിനിക്കൽ തെർമോമീറ്റർ 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ റീഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹ്യൂമൻ ബീങ്സിൻ്റെ അകത്തുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആൽക്കഹോൾ തെർമോമീറ്റർ ഉണ്ടായിരുന്നു. വളരെ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൽക്കഹോൾ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചറിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെർക്കുറി തെർമോമീറ്റർ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെർക്കുറി തെർമോമീറ്ററും ഈ പറഞ്ഞ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. മെർക്കുറി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വായിലൊക്കെ വെച്ച് നോക്കുന്ന ടൈപ്പ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറേ ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. സാധാരണ 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്
ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചർ, എബോവ് 800 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈറോമീറ്റർ എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളില്ല, വലിയ കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മളെ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? തെർമോകപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തെർമോകപ്പിൾ. ഇതിനകത്ത് വരുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തണം, സീബെക്ക് എഫക്റ്റ് ആണ് കേട്ടോ. സീബെക്ക് എഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് തെർമോകപ്പിൾ. സീബെക്ക് എഫക്റ്റ് എന്തുകൊണ്ട്? തെർമോകപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഫക്റ്റ് ആണ് സീബെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. കാരണം ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പ്രഷർ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നിട്ട്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള 3 സ്റ്റേറ്റും കോ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ഇതായി തന്നിരിക്കുന്നത് 273.16 കെൽവിൻ അല്ലെങ്കിൽ 0.01 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 32.018 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്പിൾ പോയിന്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ 3 സ്റ്റേറ്റ്സ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള 3 സ്റ്റേറ്റ്സും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. തന്നെ അടുത്ത മക്കളെ ഓർക്കേണ്ട കാര്യം, ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറി, ഇതൊക്കെ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനുള്ള ടേമല്ല. ഇനി ഓർത്തോണം മക്കളെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് ഇസ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വെറും ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അവിടെ കിലോഗ്രാം വേണ്ട. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് പറയണം? 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയണം. മക്കളെ, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ 1 gram ഓഫ് വാട്ടർ ടു 1 ഡിഗ്രി സെൽഷ്യസ്. 1 gram വെള്ളത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ കൊടുക്കേണ്ട ആ ഒരു ഹീറ്റിന് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്നൊന്നും അല്ല പറയുന്നത്. പകരം അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കലോറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു കലോറി എന്ന് പറഞ്ഞാൽ നമ്മളത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ടേമാണ് എന്തെന്ന് പറഞ്ഞാൽ 1 കലോറി എന്നാണ്. സോ 1 കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 4.2 ജൂളാണ്. ഇത് ഓർത്തിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതങ്ങനെ ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിൻ്റെ വാല്യൂ കൂടി ഓർത്തിരിക്കണം. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അതിനൊക്കെ ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. 1 gram വെള്ളത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിനെയാണ്, ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 കലോറി എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ച് കേട്ടോ. സോ മക്കളെ, നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ടേം. നിങ്ങൾക്ക് അറിയാം, ഇത്രയേ ഉള്ളൂ കാര്യം. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോഡിക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ആ ബോഡി തണുക്കുവാണെങ്കിൽ അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, നമ്മളെ വീടുകളിലൊക്കെ മഴയൊക്കെ സമയത്ത് വരുമ്പോൾ കഥവൊക്കെ അടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം എന്താ? അതെല്ലാം കൂടി എന്ത് ചെയ്യും? ഹീറ്റ് കുറയുന്നുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, ഇതെന്ത് ചെയ്യും? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. സോ അതാണ് തന്നെ. ഇനി ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അവൻ്റെ ലെങ്താണ് കൂടുന്നതെങ്കിൽ അവനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി ഒരു ബോഡിക്ക് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ ആണ് കൂടുന്നതെങ്കിൽ അവനെ നമ്മൾ ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി ആ ബോഡിക്ക് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ അവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയോമെട്രിക് എക്സ്പാൻഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതിൻ്റെ ഇവിടെ മക്കൾ ഇനി ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത്, ഈ ആൽഫ നമ്മൾ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് വിളിക്കുന്നത്. കോഎഫിഷ്യൻസ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, അതായത് L dash is equal to L into 1 plus alpha t എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ബേസിസിലാണ് ഈ ആൽഫ എന്ന് പറയുന്ന സംഭവം. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. സോ ഇത്രേ ഉള്ളൂ. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്.
ബീറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ ബീറ്റ എന്ന് വിളിക്കുന്നത്, ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിമെട്രിക് എക്സ്പാൻഷൻ ആണ് നമ്മൾ ഗാമ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമയുടെ റേഷ്യോ എത്ര ആയിരിക്കും? 1:2:3. ഈ റേഷ്യോ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. സോ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ടു കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഈസ് ടു കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷൻ, അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1:2:3 ആയിരിക്കും എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇതാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തെർമൽ എക്സ്പാൻഷൻ വരുന്ന സമയത്ത്, അതായത് നമ്മൾ ക്ലോക്കിൻ്റെ പെൻഡുലം എന്ന് പറയുന്നത് വിൻ്റർ ടൈമിൽ ഫാസ്റ്ററായിട്ട് ഓടും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2π × √L/g ആണ്. ഇപ്പം നോക്കണേ, വിൻ്റർ ടൈമിൽ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് ലെങ്ത് എന്ത് ചെയ്യണം? ലെങ്ത് കുറയും. ഞാൻ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കുറയുമ്പോൾ ലെങ്ത് എന്ത് ചെയ്യും? കുറയും. ലെങ്ത് കുറയുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും? കുറയും കേട്ടോ. അപ്പോൾ ടൈം പീരീഡ് കുറയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് സ്പീഡിൽ മൂവ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ അതാണ് നമ്മൾ റെയിൽവേ ലൈൻസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിൽ പറഞ്ഞ കണക്ക് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് എപ്പോഴും വിട്ടേക്കും. അതിൻ്റെ കാരണം എന്താ? അത് നല്ല ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ചൂട് വരുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്പേസ് വേണം. ആ സ്പേസ് ഇല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് സംഭവിക്കും? ക്രാക്ക് സംഭവിക്കും. സോ ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് ലീനിയർ എക്സ്പാൻഷൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളം 4 ഡിഗ്രി സെൽഷ്യസ് സാധാരണഗതിയിൽ ഈ പറഞ്ഞ കണക്ക് ഏതൊരു ബോഡിയും തണുപ്പിക്കുമ്പോൾ അതിനകത്ത് എക്സ്പാൻഷൻ അല്ല വരുന്നത്, അതിന് എന്ത് ചെയ്യും? അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, അത് കോൺട്രാക്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വെള്ളം എന്ന് പറയുന്നത് വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. അതിന് നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ ചുരുങ്ങി എന്താണ്? ഐസ് ക്യൂബായിട്ട് അത് മാറും. പക്ഷേ വെള്ളത്തിൻ്റെ കേസിൽ മാത്രം, അതായത് 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിൽ വരുമ്പോൾ സാധാരണഗതിയിൽ ഇത് ചുരുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ 4 നിന്ന് 0 പോകുമ്പം അത് ചുരുങ്ങുന്നതിന് പകരം ഇതെന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് വിളിക്കുന്നത്. വെള്ളത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. 4 ഡിഗ്രിയിൽ നിന്ന്, ബാക്കിയൊന്നും കുഴപ്പമില്ല, ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴത്തേക്ക് അത് എക്സ്പാൻഡ് ചെയ്യത്തില്ല, പകരം അത് ചുരുങ്ങത്തുള്ളൂ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ മാത്രം വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അത് കോൺട്രാക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്ത്? എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത് വിദേശത്തൊക്കെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇങ്ങനെ തണുത്ത് വരുന്ന സമയത്ത് ഈ 4 to 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് വെള്ളം ചുരുങ്ങുന്നതിന് പകരം ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പൈപ്പ് ലൈൻസ് എല്ലാം എന്ത് ചെയ്യും? പൊട്ടിപ്പോകും കേട്ടോ. അത് സ്ഥിരമായി കാണുന്ന ഒരു പരിപാടിയാണ്. അത് എന്തുകൊണ്ടാണ്? ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ വാട്ടറിന് ഏറ്റവും മാക്സിമം ഡെൻസിറ്റി ഉള്ള 7 ഡിഗ്രി സെൽഷ്യസാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോളിയം വളരെ കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. മാസ് ബൈ വോളിയം, അതിൻ്റെ വോളിയത്തിന് വ്യത്യാസം വരുന്നതുകൊണ്ടാണ്, കൂടുതലല്ല കുറയുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. നമുക്കുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു പ്രോസസ്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെയും ഹീറ്റ് ട്രാൻസ്ഫറിനെയും പറ്റി പഠിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രാഞ്ചാണ് ആക്ച്വലി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മക്കളെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും വിളിക്കാറുണ്ട്? ഇതിനെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വിളിക്കാറുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഒരു ബോഡിക്കകത്തോട്ട് ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എനർജി അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും പിന്നീട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഓർത്തണം, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഈ ഇക്വേഷൻ തിരിഞ്ഞു പോലെ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയാണ്, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഇൻറ്റേർണൽ എനർജിയാണ്, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. സോ ഈ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് വേണമെങ്കിൽ നേരെ തിരിച്ചു വരാം. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് ഇങ്ങനെ വരാം. ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് മൈനസ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓർത്തോണം ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത്. അപ്പോൾ സോ ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ ബേസിക്കലി പഠിച്ചു വെച്ചേക്കുക. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അവിടുന്ന് ഇൻറ്റേർണൽ എനർജി ആയിട്ടും വർക്കായിട്ടുമായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺവേർട്ടായി മാറുന്നത് കേട്ടോ. ഇൻറ്റേർണൽ എനർജി കൂട്ടാം, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ ആയിട്ട് കൂട്ടാം. ഇതാണ് ആര് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. പിന്നീട് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. പിന്നെ ബോഡി ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ ബോഡി. അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരാൾ എന്ത് ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയം ആണ്. എ എന്ന് പറയുന്ന ഒരാൾ സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും സിയും എന്തിലായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് ആര് പറയുന്നത്, 0th law of thermodynamics. When a body A is in thermal equilibrium with another body B and also separately in thermal equilibrium with body C, then the body B and C will also be thermal equilibrium with each other. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, 0th law. അതായത് എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയും സിയും എന്തിൽ തന്നെ ആയിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിൽ തന്നെയായിരിക്കും. അതിനെയാണ് നമ്മൾ 0th law of thermodynamics എന്ന് വിളിക്കുന്നത്. സോ പിന്നീട് നമുക്കുള്ളത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഒന്ന് കെൽവിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദ ഹോൾ ഹീറ്റ് ക്യാൻ നെവർ ബി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. അതായത് നമ്മളൊരു ഹീറ്റിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ, ഈ പറഞ്ഞ കണക്ക് വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനെയാണ് നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. പിന്നെ അടുത്ത സെൽഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല മക്കളെ, സോറി അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, സെൽഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് നമ്മൾ പറയുന്നത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് കേട്ടോ. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് CLAUSIUS കേട്ടോ. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഹീറ്റിന് ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഞാൻ എപ്പോഴും നമുക്കൊരു ഹോട്ട് ബോഡിയിൽ നിന്ന് ഒരു കോൾഡ് ബോഡിയിലേക്ക് എപ്പോഴും ഹീറ്റ് പോകത്തുള്ളൂ. എപ്പോഴും ഹീറ്റ് ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് തിരിച്ച് കോൾഡ് ബോഡിയിലേക്ക് പോകത്തുള്ളൂ. ഒരിക്കലും തിരിച്ച് കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് പോയില്ല. അഥവാ അങ്ങനെ പോകണമെങ്കിൽ അവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻറ്റിനെ നമുക്കവിടെ ആവശ്യമുണ്ട്. അതാണ് ഈ ആര് പറയുന്നത്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ സെൽഷ്യസ് അല്ല, ക്ലോഷ്യസ് ആണ്, CLAUSIUS ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഹീറ്റ് ബൈ ഇറ്റ് സെൽഫ് കനോട്ട് ഫ്ലോ ഫ്രം എ ബോഡി ഓഫ് ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി ഓഫ് ഹയർ ടെമ്പറേച്ചർ. ഒരിക്കലും ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഒരിക്കലും ടെമ്പറേച്ചർ പോവില്ല. പക്ഷേ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു എയ്ഡ് അതിനകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ട് ടെമ്പറേച്ചർ പോകാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ കേട്ടോ. റെഫ്രിജറേഷൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. നമുക്ക് ഒരു ആപ്പിളുണ്ട്, ആപ്പിൾ വീണ്ടും നമുക്ക് തണുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനകത്ത് നിന്ന് ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം. ആ ഹീറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെഫ്രിജറേറ്റർ. അപ്പോൾ സോ റെഫ്രിജറേറ്ററൊക്കെ വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ് എന്തെന്ന് ചെയ്യുന്നത്, റെഫ്രിജറേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നത്. സോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. സോ ഇതൊന്ന് തിരുത്തിക്കണം. ഇത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ, സെൽഷ്യസ് അല്ല, ക്ലോഷ്യസ് ആണ്. CLAUSIUS ക്ലോഷ്യസ് ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് സെൽഷ്യസ് അല്ല, CLAUSIUS ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കേട്ടോ അതിന് വിളിക്കുന്നത്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പ്രോസസ്സിനെ തന്നെ നമ്മൾ പലതായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സ്, അഡയാബാറ്റിക് പ്രോസസ്സ് എന്നൊക്കെ രീതിയിൽ 2 ഇതായിട്ട് ഉണ്ട്. അത് ജസ്റ്റ് ആ ടേം മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. എന്താ മക്കളെ, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോസസ്സിനകത്ത് അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇനി ഒരു പ്രോസസ്സിനകത്ത് അവിടുത്തെ ഹീറ്റ് എനർജി സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റ് എനർജിക്ക് യാതൊരുവിധ എക്സ്ചേഞ്ചും നടക്കുന്നില്ല, ഹീറ്റ് കൂടുന്നുമില്ല, ഹീറ്റ് കുറയുന്നില്ല, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് നടക്കുന്നില്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. ഓർത്തോണം, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഓർത്തോണം സെയിം ടെമ്പറേച്ചർ ആണ്.
ആൻഡ് അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ അത് എന്തോടെ അത് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആണ് കേട്ടോ. നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആണ്. ഈ രണ്ട് ടേമും ഓർത്തിരുന്നു. ഐസോതെർമലും അഡയാബാറ്റിക്കും കേട്ടോ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പേര് ചോദിച്ചുള്ളൂ കേട്ടോ. ഇനി ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഐസോബാറിക് പ്രോസസ്സ് ഇവിടെ തന്നിട്ടില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം മക്കളെ, സെയിം പ്രഷർ ആണെങ്കിലാണ് കേട്ടോ നമ്മൾ ഐസോബാറിക് എന്ന് പറയുന്നത്. ഐസോബാറിക് പേര് തന്നെ ഉണ്ട്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ സെയിം പ്രഷറാണ്, സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോതെർമൽ, നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേര് അഡയാബാറ്റിക് പ്രോസസ്സ് എന്നാണ് കേട്ടോ. അഡയാബാറ്റിക് പ്രോസസ്സ്. സോ ഈ ലാസ്റ്റായിട്ട് നമ്മൾ കുറേ യൂസ് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ പേരും അതിൻ്റെ യൂസസുമാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളാം കേട്ടോ. എന്തൊക്കെയാണ് അൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് അളക്കുന്നതാണ്. ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പോൾ മൈക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആംപ്ലിഫയർ. ഇതിനടുത്ത മക്കളെ അനിമോമീറ്റർ. അനിമോ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു വിൻഡ് ആണ് കേട്ടോ. വിൻഡ്. അനിമോ എന്നുള്ള ആ ഒരു വേർഡ് നിങ്ങൾ കേട്ടില്ല? അനിമോഫില്ലി എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ബൈ വിൻഡിനെയാണ് നമ്മൾ അനിമോഫില്ലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അനിമോ എന്ന് പറഞ്ഞാൽ എന്തോടെ അത് വിൻഡുമായിട്ട് ബന്ധപ്പെട്ട അതിനെയാണ് നമ്മൾ അനിമോ എന്ന് വിളിക്കുന്നത് കേട്ടോ. അനിമോമീറ്റർ. പോഡിയോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് അളക്കാൻ വേണ്ടിയിട്ട്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട്. ബോലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹീറ്റ് റേഡിയേഷൻ അളക്കാൻ വേണ്ടിയിട്ട്. കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ മെഷർ ദ ഹീറ്റ് ഇൻ എ കെമിക്കൽ. ഒരു കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ. ദെൻ ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലുള്ള ഇതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ക്രയോജനിക്സ് എന്ന് വിളിക്കുന്നത്. സോ ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ടെമ്പറേച്ചർ, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിനുള്ള ഹീറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനകത്ത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡോസ്കോപ്പ്. ദെൻ ഫ്ലാത്തോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി സീ അളക്കാൻ. ഗാൽവനോമീറ്റർ നമ്മൾ ഫീബിൾ കറണ്ട് അളക്കാൻ. ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി. ഹൈഡ്രോഫോൺ ടു മെഷർ ദി സൗണ്ട് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. വെള്ളത്തിൽ അടിയിലുള്ള സൗണ്ട് നമ്മൾ അളക്കാൻ വേണ്ടിയാണ് ഹൈഡ്രോഫോൺ യൂസ് ചെയ്യുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ നമ്മൾ കയ്യിൽ കെട്ടി വെച്ചിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടെലസ്കോപ്പ് നിങ്ങൾക്കറിയാം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ അളക്കാൻ വേണ്ടിയിട്ടാണ്. സോ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ്. ടോണോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിച്ച് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് എബോവ് സീ ലെവൽ. പെരിസ്കോപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളടേ. ഇതാ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, സാധനം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ള ഡിവൈസാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള കാണാൻ പറ്റും. അതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് 2 മിററുണ്ട്. ആ റിഫ്ലക്ഷൻ വെച്ചിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മളെ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ പൈറോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സീസ്മോഗ്രാഫ്. സീസ്മോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എർത്ത് ക്വേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് സീസ്മോഗ്രാഫ്. വെഞ്ചൂറിമീറ്റർ ലിക്വിഡ് ഫ്ലോയുടെ സമയത്ത് അവിടുത്തെ പ്രഷർ വെച്ചിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സംഭവമാണ് വെഞ്ചൂറിമീറ്റർ. ദെൻ ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി ആണ്. ഹിപ്സോമീറ്റർ ഹൈറ്റ് ഓർ എലിവേഷന് വേണ്ടിയാണ് ഹിപ്സോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത മാനോമീറ്റർ, അതും എന്താണ് പ്രഷറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പ്രഷർ ടു മെഷർ ദ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വണ്ടിയിലുള്ള റീഡിംഗ് ഇല്ലേ, എത്ര ഡിസ്റ്റൻസ് ഓടി എന്നറിയാനുള്ള അതിനെയാണ് നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനെയാണ് ഓഡോമീറ്റർ എന്ന് വിളിക്കുന്നത്. വണ്ടിക്കകത്തൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് എത്രമാത്രം ഓടി, വണ്ടി എത്രമാത്രം ഓടി, അതിനെയാണ് നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ ഓഡോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിനടുത്ത് എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് സീയുടെ ഡെപ്ത് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അഗൈൻ ടോണോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദി പിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് യൂസ് ചെയ്യുന്നത്. സോ മക്കളെ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിച്ചു. സോ മിക്കവാറുള്ള ഫിസിക്സിന് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറേ കണ്ടൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്ലാസ്സസും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ലതായിട്ടിരുന്ന് പഠിക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.